നമസ്കാരം. കേന്ദ്ര സർക്കാരിനെതിരെയുള്ള സുപ്രീം കോടതിയുടെ അടിക്കടിയുള്ള വിമർശനങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്ന മോദിക്കും അമിത്ഷായ്ക്കും വളരെ പെട്ടെന്നായിരുന്നു രാജ്യത്തെ നടുക്കിയ ഭീകരാക്രമണത്തിന് ശേഷം ഒരു പുതിയ വീരപരിവേഷം ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചക്കാലം വരെ സുപ്രീം കോടതി വരെ എടുത്തിട്ട് അലക്കിയവർ ഇപ്പോൾ വലിയ വീരപരിവേഷത്തിലെത്തിയതോടുകൂടി ഭീകരാക്രമണത്തിനെതിരെ രാജ്യം ഒറ്റക്കെട്ടാണ്. പക്ഷേ സഹിക്കാൻ പറ്റാത്ത ചില BJP RSS സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലാകട്ടെ മോദിയെ ദൈവമാക്കി ഇപ്പോൾ ചിത്രീകരിച്ചുകൊണ്ടുള്ള നിരവധിയായിട്ടുള്ള പോസ്റ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു രാജ്യത്തെ മറ്റൊരു രാജ്യം കടന്നാക്രമിക്കുമ്പോൾ ചെയ്യേണ്ട നടപടികൾ മാത്രമേ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി ചെയ്തിട്ടുള്ളൂ. മാത്രവുമല്ല, ബീഹാർ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുകൊണ്ട് പഞ്ചായത്ത് രാജ് പരിപാടിയിൽ പങ്കെടുക്കുന്ന ധൃതിയിലാണ് ഇപ്പോൾ പ്രധാനമന്ത്രി. രാജ്യത്തെ നടുക്കിയ ഭീകരാക്രമണത്തിനപ്പുറം അവർ ഉണ്ടാക്കിയെടുക്കുന്ന രാഷ്ട്രീയ കുടിലതയെ ചോദ്യം ചെയ്യുകയാണ് ഇപ്പോൾ ഇവിടെ തൃണമൂൽ കോൺഗ്രസ് MP ആയിട്ടുള്ള മഹുവ മൊയ്ത്ര. മറ്റേതെങ്കിലും രാജ്യമായിരുന്നെങ്കിൽ ആഭ്യന്തരമന്ത്രിക്ക് മാധ്യമങ്ങളുടെ മുന്നിൽ ഇൻ്റലിജൻസ് പരാജയത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ നേരിടേണ്ടി വരുമെന്നായിരുന്നു തൻ്റെ എക്സ് പോസ്റ്റിലൂടെ മഹുവ മൊയ്ത്ര അമിത്ഷായെയും മാധ്യമങ്ങളെയും പരിഹസിച്ചുകൊണ്ട് ചോദിച്ചത്. മാത്രമല്ല, ഇവിടെ ഗോദി മീഡിയ മോദിയെ ദൈവമാക്കുന്ന തിരക്കിലാണെന്നും മഹുവ മൊയ്ത്ര ഇവിടെ കളിയാക്കുകയാണ്. കശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെ തുടർന്നുണ്ടായ സുരക്ഷാ പരാജയത്തിന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരിട്ട് ഉത്തരവാദിയാണെന്ന് തൃണമൂൽ കോൺഗ്രസ് കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ മഹുവ മൊയ്ത്രയുടെ പോസ്റ്റ് കൂടി കടന്നു വരുന്നത്. ഒന്ന് ഇരുത്തി ചിന്തിച്ചാൽ നുഴഞ്ഞു കയറിയവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, 2022 മുതൽ അവിടെ ഒളിഞ്ഞു പാർക്കുന്ന ഭീകരരെ തിരിച്ചറിയാൻ പോലും കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്ചര്യപ്പെടുത്തുന്ന മറ്റൊരു കാര്യം. ഈ ഭീകരാക്രമണത്തിന് ഏതാനും ദിവസങ്ങൾ മുൻപായിരുന്നു അമിത്ഷാ കശ്മീരിൽ സുരക്ഷായോഗം ചേർന്നത്. അതിന് പിന്നാലെ ഉണ്ടായ ഈ ആക്രമണം പൂർണ്ണ പരാജയമായി അമിത്ഷായുടെ പിടിപ്പുകേട് തന്നെയാണെന്നാണ് ഇപ്പോൾ വിമർശനങ്ങൾ പല കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നത്. നോട്ട് അസാധുവാക്കൽ, കള്ളപ്പണവും ഭീകരവാദ ഫണ്ടിങ്ങും അവസാനിപ്പിക്കുമെന്നും അതോടൊപ്പം തന്നെ ആർട്ടിക്കിൾ 370 റദ്ദാക്കുന്നത് മേഖലയിൽ ശാശ്വത സമാധാനം കൊണ്ടുവരുമെന്നും അവകാശപ്പെട്ട അതേ സർക്കാരാണിത്. എന്നിരുന്നാലും ദാരുണമായിട്ടുള്ള ഈ ഒരു സംഭവം ഈ വാഗ്ദാനങ്ങളുടെയും നയങ്ങളുടെയും പ്രചരണങ്ങളുടെയും ഒക്കെ തന്നെ ഒരു പരാജയമായി എന്നത് വ്യക്തമായി ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ആഭ്യന്തര മന്ത്രാലയം ശ്രദ്ധിക്കേണ്ട ആഭ്യന്തരപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ തെരഞ്ഞെടുപ്പ് മാനേജ്മെൻറ്റിൽ ഇടപെട്ടുകൊണ്ട് അജണ്ടകൾ സെറ്റ് ചെയ്ത് അധികാരം പിടിക്കുന്നതിലായിരുന്നു അമിത്ഷായുടെ നീക്കം. മരിച്ചവരുടെ കുടുംബങ്ങളോട് ഒരു ക്ഷമാപണം പോലും അമിത്ഷാ നടത്താത്തതും തൻ്റെ ജോലിയിൽ പരാജയപ്പെട്ടുവെന്ന് സമ്മതിക്കാത്തതും എന്തുകൊണ്ടാണെന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇവിടെ ഇപ്പോൾ ഉയർന്നു വരുന്നത്. പുൽവാമയ്ക്ക് തൊട്ടു പിന്നാലെ ജെയ്ഷെ മുഹമ്മദ് മറ്റൊരു ആക്രമണം നടത്തുവാൻ പദ്ധതിയിട്ടിരുന്നുവെന്നുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളെ തുടർന്ന് സുരക്ഷാ സേനയാകട്ടെ അതീവ ജാഗ്രതയിലായിരുന്നു. എന്നിട്ടും എവിടെയോ പിഴച്ചുപോയി. സൈന്യം സംഭവ സ്ഥലത്തെത്താൻ ഏകദേശം 1 മണിക്കൂർ എടുക്കുമെന്ന സാധ്യത അത് കണക്കിലെടുത്തുകൊണ്ട് തന്നെയായിരുന്നു പഹൽഗാമിലെ കൂട്ടക്കൊല തീവ്രവാദികൾ വളരെ കൃത്യമായി തന്നെ അവിടെ ആസൂത്രണം ചെയ്തത്. ഇതാണ് ഇപ്പോൾ ഡെക്കാൻ ഹെറാൾഡ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആക്രമണം ആസൂത്രണം ചെയ്തവർക്ക് അവിടുത്തെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ടായിരുന്നു. ആക്രമികൾ അവർക്ക് രക്ഷപ്പെടാനുള്ള വഴി നേരത്തെ തന്നെ ഒരുക്കിയിരുന്നു. ഏറ്റവും അടുത്തുള്ള രാഷ്ട്രീയ റൈഫിൾ ബറ്റാലിയനിൽ നിന്നുള്ള സൈനികർ അവരെത്താൻ ഏകദേശം 40 മുതൽ 45 മിനിറ്റ് വരെ എടുത്തുവെന്നതാണ് ഏറെ നിരാശ ഉണ്ടാക്കുന്ന മറ്റൊരു കാര്യം. സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും ഒരുക്കുന്നതിൽ രാജ്യം ഇത്ര പിറകിലാണോ എന്നതാണ് ഉയരുന്ന മറ്റൊരു പ്രധാന ചോദ്യവും. എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. Please subscribe our channel.